അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വ്യക്തി ലോക മുസ്ലിങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇദ്ദേഹം നടന്നു പോകുന്നത്. ഇദ്ദേഹം ഒറ്റക്കല്ല നടക്കുന്നത്, ഇദ്ദേഹത്തിനൊപ്പം 6 പേരുണ്ട്. അതിൽ ഇവരുടെ മെയിൻ ടീം നേതാവ് ഹനീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. കർണാടക രജിസ്ട്രേഷനുള്ള ഒരു കാറും കേരള രജിസ്ട്രേഷനുള്ള ഒരു കാറും, അങ്ങനെ 2 കാറുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ കാറിനകത്താണ് ഇവരുടെ ലഗേജുകളൊക്കെ ഉള്ളത്. എല്ലാവരും കയ്യും വീശി നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരാൾ ഇവരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ ലഗേജ് എവിടെ എന്ന് ചോദിച്ചു. ആ ഒരു ക്ലിപ്പ് നമുക്കിവിടെ കാണാം. ഈ വീഡിയോയിൽ ചോദിക്കപ്പെട്ടിരിക്കുകയാണ് ബാഗ് എവിടെ എന്നുള്ളതിന്റെ മറുപടിയാണ് ഇവിടെ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. ബാഗ് ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന കാറിനകത്താണ് ഉള്ളത്. അതിവിടെ ഇന്റർവ്യൂവിൽ കാണാൻ കഴിയും. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ഷിഹാബ് ഖാന്റെ ബാഗ് എവിടെ എന്നുള്ള കാര്യം. അപ്പം ആ ബാഗ് കാര്യങ്ങളൊക്കെ ഉള്ളതാ ഈ ഒരു വണ്ടിക്കകത്താണ്. ഇവിടെ നിങ്ങൾക്ക് 2 വാഹനങ്ങൾ കാണാം. ഈ 2 വാഹനങ്ങൾ ഷിഹാബിനെ തുടക്കം മുതൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിനകത്താണ് ഇദ്ദേഹത്തിന്റെ ലഗേജ് ഉള്ളത്. അത് ഇവർ തന്നെ പറയുന്നുണ്ട്, കേൾക്കാം. ഒരുപാട് ആൾക്കാർ സംശയമാണ്. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഇതില് പിന്നെ ഷിഹാബ് ഖാന്റെ ബാഗ് എവിടെ എന്നുള്ള കാര്യം, അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഈ കാറിനകത്തുള്ളല്ലേ, കയ്യിൽ വെച്ചിരിക്കുന്നല്ലേ? അപ്പൊ ഏകദേശം നമ്മുടെ ബോർഡർ വരെ ഇതിനകത്ത് തന്നെ ഉണ്ടാവോ? സ്വന്തമായിട്ട് എടുത്തു പോകും ഗുജറാത്ത് കഴിഞ്ഞാല്. അപ്പോൾ ഈ കാറിനകത്താണ് ഇദ്ദേഹത്തിന്റെ ബാഗേജ് ഉള്ളത്. ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇദ്ദേഹത്തിനെ അനുഗമിക്കുന്ന ഒരു 5-6 പേരുണ്ട്, അവരുടെയും. ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു പ്രവാസിയാണ്. ഇദ്ദേഹം അബുദാബിയിൽ ഒരു ടൈപ്പിംഗ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോ ഷിഹാബ് ഇദ്ദേഹത്തെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശമ്പളത്തിന് നിയമിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ഗുജറാത്ത് വരെ വണ്ടി ഓടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഷിഹാബിന്റെ നടത്തം ഒറ്റക്കല്ല, പകരം ഷിഹാബിന് ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ ശമ്പളം കൊടുത്താണ് ഷിഹാബ് ഇവരെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷിയാസ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ കാര്യമായ ശംഖുപുരമാണ്. മൂപ്പരെ സ്വദേശം നടന്നത് മാഹിയിലല്ലേ? മാഹിയില് പള്ളൂരല്ലേ നീ വരുന്നത്? റെയിൽവേ സ്റ്റേഷൻ, മാഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. മൂപ്പര് മുമ്പ് നമ്മുടെ UAE അബുദാബിയില് ടെക് സെന്ററിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ തൽക്കാലം അവിടെ നിന്ന് വീട്ടിൽ തിരിച്ച് ഷിഹാബ് കൂടിയുള്ളത്. പക്ഷെ അത് വീണ്ടും തിരിച്ചു പോകില്ല, ഷിഹാബ് നോക്കിട്ട് പോകും ഇൻഷാല്ലാഹ്. അപ്പോൾ ഇദ്ദേഹം ആണ് നാട്ടിൽ നിന്ന് ഗുജറാത്ത് വരെ വണ്ടി ഓടിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇദ്ദേഹം തിരിച്ചു പോകും എന്നാണ് പറയുന്നത്. ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും ഷിഹാബിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഇവര് ഈ യാത്രയിൽ ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. നല്ല രീതിയിൽ ആർക്കൊക്കെ എത്താനുള്ള നല്ല രീതിയിൽ ദുആ എല്ലാവരും ദുആണ് നമുക്ക് മെയിൻ വേണ്ടിയത്. അസ്സലാമു അലൈക്കും. ഓക്കെ ബ്രോ. അപ്പം ഈ ഒരു വണ്ടി നമ്മുടെ ഷിഹാബ് ഖാന്റെ പ്രശ്നം കഴിയും. അപ്പൊ ഈ വണ്ടിയിലാണ് ഇദ്ദേഹത്തിന്റെ ബാഗേജൊക്കെ ഉള്ളത്. ഇത് KA 20 MC 5679. ഈ വാഹനം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 2-3 കിലോമീറ്റർ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഏതെങ്കിലും സ്കൂള് അല്ലെങ്കിൽ പള്ളി, അതല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഏരിയ, അതല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ഒരു സ്കൂള്, അവിടെ പോയിട്ട് ഈ വണ്ടിയിൽ ഇവരെല്ലാവരും കൂടെ പോയിട്ട് അനൗൺസ് ചെയ്യുകയാണ്. എന്ത് അനൗൺസ് ചെയ്യുകയാണ്? ഇതാ മലപ്പുറത്ത് നിന്ന് ഒരാൾ നടന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ക്രൗഡിനെ സംഘടിപ്പിക്കുകയാണ് ഈ വണ്ടിയുടെ ഉദ്യമം. കണ്ടല്ലോ. അപ്പൊ ലഗേജ് എവിടെയാണ് ഇരിക്കുന്നത്? ലഗേജ് കാറിനകത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇന്നലത്തെ യാത്രയിൽ നിങ്ങൾ കണ്ടോ, ഇന്നലത്തെ യാത്രയിൽ ഇദ്ദേഹത്തിന്റെ പുറത്ത് ആ 10 കിലോ വെയിറ്റ് ഉള്ള ആ ബാഗ് തൂക്കിയിട്ടാണ് നടക്കുന്നത്. എന്തിനാണ് ഈ നടത്തം? ഇങ്ങനെ ഈ ബാഗ് തൂക്കി നടക്കുന്നത് ലോക മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ, ഇദ്ദേഹത്തിന്റെ വീഡിയോക്ക് റേറ്റ് ഉണ്ടാവാനും എന്നിട്ട് യൂട്യൂബിന്റെ ഹറാമായ വരുമാനം സമ്പാദിക്കാനും വേണ്ടിയിട്ട് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇപ്പോൾ ഈ ബാഗ് തൂക്കിയിട്ട് നടക്കുന്നത്. നിങ്ങൾക്കത് ചിത്രത്തിൽ കാണാം. ഇന്നലത്തെ നടത്തമാണ് ഈ കാണിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ബാക്കിയുള്ളവരുടെ ബാഗൊക്കെ എവിടെയാണുള്ളത്? ഇതൊക്കെ അവരുടെ കാറിനകത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇവർ ചെയ്യുന്ന വേറൊരു അക്രമം എന്താണെന്ന് അറിയാമോ? അതായത് ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക്, അവിടെ എത്താൻ പോകുന്ന ഒരു സിറ്റിയിലേക്ക് ഇവർ കാറിൽ പോകും. അവിടെ കാറിൽ പോയതിനു ശേഷം അവിടെ ഏതെങ്കിലും കടയിൽ നിന്ന് ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയോ കൊക്കക്കോള കുടിക്കുകയോ ചെയ്തതിന് ശേഷം അവിടെ ഇവർ
ഇതിനെ വിളംബരം ചെയ്യുകയാണ്. പിന്നിൽ ഇതാ ഷിഹാബ് എന്ന് പറയുന്ന ഒരാൾ മലപ്പുറത്തു നിന്ന് നടന്നുകൊണ്ട് കാൽനടയായി ഹജ്ജിന് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുറെ ആൾക്കാരെ ഇവർ സംഘടിപ്പിക്കും. എന്നിട്ട് ഈ ആൾക്കാർ വരുന്ന ആൾക്കാരുടെ ക്രൗഡിനെ വീഡിയോ എടുത്തുകൊണ്ട് ഇവർ അപ്ലോഡ് ചെയ്യും. ഇവരുടെ 4-5 വ്ളോഗർമാരുണ്ട്. അവരുടെ ഈ വീഡിയോയ്ക്കകത്ത് ഈ വീഡിയോനെ ഇവർ അപ്ലോഡ് ചെയ്തതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ ഓരോ ദിവസം, ഒരാഴ്ചക്കല്ല മാസത്തിനല്ല, ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് ഓരോ ദിവസം വ്യൂവർ കൗണ്ടിൽ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഓരോ വീഡിയോയ്ക്ക് എത്ര വരുന്നു എന്നുള്ളത് ഞാൻ യൂട്യൂബ് വീഡിയോ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരികയുണ്ടായി. ഓരോ വീഡിയോക്കും എത്ര ലക്ഷം രൂപയാണ് ഇവർ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. എന്നിട്ടോ ഈ ഷിഹാബ് എന്ന് പറയുന്ന ആളുടെ ചാനൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതിനകത്ത് ഇദ്ദേഹം വീഡിയോ ചെയ്യുന്നില്ല, ഇദ്ദേഹത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു മാഫിയാണത്. ഒരു 5-6 പേരെ ഇദ്ദേഹം വാടകയ്ക്ക് എടുത്തിട്ട് കൊണ്ട് നടക്കുകയാണ്. ഈ വാടകയ്ക്ക് എടുത്തിട്ടുള്ള ആൾക്കാർ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഈ ഷിഹാബിന് കൊടുക്കുന്നു. എന്നിട്ട് ഷിഹാബ് അത് തന്റെ സ്വന്തം ചാനലിൽ രാത്രി ഇരുന്ന് ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ വഴി അതിനെ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ടോ നോക്ക്, നിങ്ങളിവിടെ വാട്ടർമാർക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് അവരുടെ വീഡിയോ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നത് സങ്കുചിത മനസ്ഥിതി. അതായത് ഇദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? അതിനൊരു വാട്ടർമാർക്ക് ഒന്നും ഇല്ലാതെ എല്ലാവർക്കും അതിനെ എടുക്കാനും എല്ലാവർക്കും അതിനെ കോപ്പി ചെയ്യാനും അതിനെ അവരുടെ ചാനലിൽ പ്രസിദ്ധീകരിക്കാനും അനുവദിക്കുകയല്ല വേണ്ടത്. പകരം സങ്കുചിത മനസ്ഥിതി വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഹജ്ജിന് പോകുന്നത്. ഇതേപോലെ തന്നെ ഈ റോഡുകളെല്ലാം ഇദ്ദേഹം വഴി ബ്ലോക്കാക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത് വഴിയിലുള്ള തടസ്സങ്ങൾ മാറ്റാനാണ്. ഇദ്ദേഹം വഴിനീള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൗഡ് സൃഷ്ടിക്കുകയാണ്. അതായത് ഷിഹാബ് വരുന്നു എന്ന വിഷയം ജിബ്രീൽ അലൈഹിസ്സലാം പോയിട്ട് ആ നാട്ടുകാരോട് പറയുന്നില്ല, ഇതാ ഷിഹാബ് വരുന്നുണ്ട് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറയുന്നില്ല. പകരം ഇവരുടെ ഈ ടീം ലീഡർ തന്നെ, ഈ ഹനീഫ് എന്ന് പറയുന്ന വ്യക്തിയും വേറൊരു 4-5 പേരുണ്ട്. ഇവർ വണ്ടിയെടുത്ത് പോയി 2-3 കിലോമീറ്റർ മുമ്പിൽ പോയി ക്രൗഡ് സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വായിക്കാം. ഷിഹാബിനെ ഒരു നോക്ക് കാണാൻ മണിക്കൂറുകളോളം കാത്തിരുന്ന് ഈ ഉമ്മ. ഈ ചിത്രത്തിൽ കാണുന്ന ഈ സ്ത്രീ മണിക്കൂറുകളോളം കാത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഹാബിന്റെ വാഹനം കുറെ മുൻപോട്ട് വന്ന് ഇവിടെ വന്നിട്ട് അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത്? ഷിഹാബ് എന്ന് പറഞ്ഞ ഒരാൾ കാൽനടയായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തിരുന്നിട്ടുള്ള ഈ മണിക്കൂറിന്റെ ദുരന്തം, ഇതിന് ഷിഹാബ് യൗമൽ ഖിയാമത്തിൽ മറുപടി പറയേണ്ടി വരില്ലേ? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് ഹദീസ് ബുഖാരിയിൽ പറഞ്ഞിരിക്കുന്ന, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുമായി സഹവസിച്ച ശേഷം തിരിച്ചു വന്ന് തന്റെ വീട്ടിൽ വന്ന് തന്റെ ഭർത്താവിനോട് ആ സ്ത്രീയെ നേരിൽ കാണും പോലെ അവരെ വിവരിച്ചു കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്യാമറ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ സ്ത്രീയെ നേരിൽ കാണുന്ന പോലെ വിവരിച്ചു കൊടുത്തിരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പോരെ ഈ ഷിഹാബിന് നരകത്തിൽ പോകാൻ വേണ്ടിയിട്ട്? ഇദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ തെറ്റുകൾ പൊറുപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ ഇയാളെ കുറ്റങ്ങൾ ഇങ്ങനെ ദിനം പ്രതി പേറിക്കൊണ്ടാണ് ഇദ്ദേഹം നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾക്കൊക്കെ എങ്ങനെ ഷിഹാബ് വരുന്ന ഇൻഫർമേഷൻ കിട്ടി എന്ന് നമ്മൾ ആലോചിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ വീഡിയോയിൽ എന്ന് പറയാൻ കാരണം ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല ഷിഹാബ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഷിഹാബിന്റെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള വണ്ടി നേരത്തെ ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ആളുകളെല്ലാം കൂടി തടിച്ചുകൂടുന്നു. അപ്പോൾ ഇവർ സ്വന്തം ഒരു മാലയും കൊണ്ടുവരുന്നുണ്ട്, ബൊക്കയും കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ക്രൗഡിലുള്ള ചില ആളുകൾക്ക് കൊടുക്കുകയും അവരെ കൊണ്ട് അത് ഷിഹാബിന് കൊടുപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വഞ്ചനയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ജനങ്ങളെ. നിങ്ങളെ കബളിപ്പിക്കുകയാണ് മുസ്ലിങ്ങളെ ഇദ്ദേഹം. ഈ ഷിഹാബ് അവിടെ എത്തുമ്പോൾ അവിടെ മുഴുവൻ യാത്രാ തടസ്സങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ യാത്ര പൂർണ്ണമാക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇൻഷാ അള്ളാഹ്. കാരണം ഇദ്ദേഹം ലോകം മുസ്ലിങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ മുഖാന്തരം പറയാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സുഹൃത്തുക്കളെ, അതേപോലെ തന്നെ പണ്ഡിതന്മാരെ, നിങ്ങളുടെ ചാനലുകളിൽ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് ഹറാമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയും. ഇന്ന് വരെ 40-42 ദിവസമായിട്ടുള്ള ഒരു ഹദീസോ ഒരു ഖുർആൻ വാക്യമോ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടോ? പകരം എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഇദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ, ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ, ഇദ്ദേഹത്തിന്റെ മാരേജ് ആൽബങ്ങൾ ഇതൊക്കെയാണ്. ഇതാ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണിത്. ഒരു സഹോദരി നിന്ന് പാട്ട് പാടുകയാണ് ചെയ്യുന്നത് ഷിഹാബിനെ കുറിച്ചിട്ട്.
ഷിഹാബിന് വേണ്ടിയിട്ട് പാട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഷിഹാബിന് വേണ്ടി ഒരു സഹോദരി പാടിയത്. അതായത് ഈ സഹോദരി മ്യൂസിക്കിന്റെ അകമ്പടിയോട് കൂടിയിട്ട് അടിപൊളി ഗാനം ഷിഹാബ് ചോട്ടൂർന്നും പറഞ്ഞിട്ടൊരു ഗാനമൊക്കെ പാടുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒരു വലിയ രീതിയിൽ ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതെന്താണ്? അള്ളാഹു ചോദ്യം ചെയ്യില്ലേ ഇതിനെക്കുറിച്ചിട്ട്? ഈ പാട്ട് പാടാൻ അവസരമുണ്ടാക്കിയിട്ടുള്ളത് ഇദ്ദേഹമാണ്. ആ പാട്ടിനകത്ത് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ചെവിട്ടിൽ ഈയം ഉരുക്കി ഒഴിക്കും യൗമുൽ ഖിയാമത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ യാത്രയിൽ നോക്കൂ, ഈ ചിത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം കുറേ സ്ത്രീകളുമായിട്ട് ഇടപെടലും അവരുമായിട്ട് സംസാരിക്കലും സ്ത്രീകളുമൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടുമൊക്കെയാണ് ഇദ്ദേഹം മുൻപോട്ട് പോകുന്നത്. ഇതൊക്കെ ഹറാമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഒരു ഹജ്ജിന് പോകുന്ന മനുഷ്യന് ഇതൊക്കെ അനുവദനീയമാണോ? ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടാക്കി അതിൽ നിന്നാണ് ഹജ്ജിന് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വീഡിയോയിൽ. എനിക്ക് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയിപ്പിക്കണമെന്നും ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം ഈ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പോൾ വെറും യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഈ മനുഷ്യന്റെ ഈ ലഅനത്താക്കപ്പെട്ടിട്ടുള്ള ഈ യാത്ര, ഇതിനകത്ത് നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഇതിനെ പറഞ്ഞു മനസ്സിലാക്കുക. എന്നിട്ട് ആ മനുഷ്യനോട് പറയുക, മുസ്ലിം ലോകത്തെ വഞ്ചിക്കാതെ ഇദ്ദേഹം ശാന്തനായി ഒറ്റക്ക് നടന്നു പോട്ടെ. ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന 2 വണ്ടിയും ഇതേപോലെ തന്നെ ഈ 5-6 ആളുകളും ഇവർ പാകിസ്ഥാൻ ബോർഡർ വരെ പോകും. എന്നിട്ട് ഇവരിങ്ങനെ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പാകിസ്ഥാൻ ബോർഡർ എത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സുഖമില്ലാതെ പറഞ്ഞിട്ട് തിരിച്ചു പോരുകയും ചെയ്യും. ഇതായിരിക്കും ഇവരുടെ പ്ലാൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ വഞ്ചനയ്ക്കെതിരെ നിങ്ങൾ ശബ്ദിക്കുക എന്ന് പറയാനുള്ളതാണ് ഈ വീഡിയോ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.